ഓം ഓം ശാന്തി. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശുദ്ധമായ ലഹരിയാണ്, ശ്രേഷ്ഠമായ സ്വമാനം, ശ്രേഷ്ഠമായ കുലം, ഉയർന്ന കുലം, ഏറ്റവും ഉയർന്ന ആത്മാഭിമാനി സ്ഥിതി വരുത്തുന്നതാണ് ബ്രാഹ്മണൻ എന്നുള്ള ആ പേര് തന്നെ. അപ്പൊ നമ്മളെല്ലാവരും ബ്രാഹ്മണനായി എന്ന് വെച്ച അർത്ഥം ഭാഗ്യശാലികളാണ്. സാധാരണ ഭാഗ്യമല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഏറ്റവും ഉയർന്നതിലും വെച്ച് ഉയർന്ന ഭാഗ്യവിധാതാവിനെ, അല്ലെങ്കിൽ നമ്മൾ പറയും ഭാഗ്യം ഇനി നമുക്ക് നോക്കാനില്ല, അത്രയും ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ പദമാപദം ഭാഗ്യശാലികളായി നമ്മള്. കാരണം നമ്മുടെ ജീവിതം തന്നെ സഹജമാക്കി തന്നു ബാബ. നമ്മുടെ ജീവിതത്തെ ബാബ ശ്രേഷ്ഠമാക്കി തന്നു. നമ്മുടെ ജീവിതത്തെ ബാബ രാജയോഗി ജീവിതമാക്കി, രാജഋഷിയാക്കി തന്നു. ഒരു നിലയും വിലയും തന്നു നമുക്ക്. ബാബ പറയും വജ്രതുല്യമായ ജീവിതം. ബാബയുടെ ഓരോ വേർഡും നമ്മൾ ശരിക്കും മനസ്സിലാക്കിയെങ്കിലേ നമ്മുടെ ജീവിതത്തില് യോഗം സഹജമാവുള്ളൂ. കാരണം നമ്മൾ യോഗം ചെയ്യുന്നവരല്ല. യോഗം ചെയ്യുക എന്ന് പറയുമ്പം ഒരു സമയത്തിരുന്നു, ഇപ്പൊ ആസനാസ് ആവട്ടെ, ഹഠയോഗമായിക്കോട്ടെ, മറ്റേത് യോഗവും ആ ഒരു സമയത്ത് ചെയ്യുന്നു, ആ സമയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് അവരതിനു വേണ്ടി പരിശ്രമിക്കുന്നു, ഒരാഗ്രഹം വെക്കുന്നു, അതുപോലെ ആയിത്തീരുന്നു. നമ്മളുടെ ജീവിതം ബാബ അങ്ങനെ ആക്കി തന്നത് കഷ്ടപ്പാടിലൂടെയല്ല. നമുക്കറിയാം, ഒരു എന്താ പറയാ, അഭ്യാസം കാണിക്കുന്നവർ തന്നെ, നൃത്തമായിക്കോട്ടെ അല്ലെങ്കിൽ സർക്കസ് ആയിക്കോട്ടെ, എല്ലാം കാണിക്കുന്നവര് അവരുടെ ഉള്ളിൽ ആദ്യം ഒരു സങ്കല്പം ജനിക്കുകയാണ്. ആ സങ്കല്പത്തിന്റെ ആധാരത്തില് അത് സ്ട്രോങ് ഡിസിഷനായി തീരുകയാണ്. പിന്നെ അവര് അതിനനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച്, ആ മനോബലത്തിനനുസരിച്ച് അഭ്യസിക്കുകയാണ്. പക്ഷെ അതിൽ നമുക്ക് തോന്നും കഷ്ടതകൾ എത്രയാ അവര് കഷ്ടപ്പെടുന്നേന്ന് തോന്നും. പക്ഷെ നമ്മുടെ ജീവിതം നമ്മളൊന്ന് നോക്കുക, നമ്മള് സങ്കല്പിച്ചിട്ട് പോലും ഇല്ല ഒരു യോഗി ആവണമെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കണമെന്നോ, നമ്മൾക്കത് ഇങ്ങനെ ഒരു ജീവിതം കിട്ടുമെന്നോ നമ്മൾ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് വീണ് കിട്ടിയ ഒരു ലോട്ടറിയാണിത്. നമുക്ക് ഏറ്റവും ഒരു ശ്രേഷ്ഠ ഭാഗ്യം വീണ് കിട്ടി. നമ്മൾ ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാല് എങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ശ്രേഷ്ഠ ജീവിതം കിട്ടി? നമ്മൾ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും വിചാരിച്ചിട്ടില്ല. ഭഗവാന്റെ ദൃഷ്ടി എന്നിൽ പതിയുമെന്നോ, ഈ കോടാനുകോടി ആളുകളുടെ ഇടയിൽ നിന്ന് എനിക്ക് ഉയരാനും എന്റെ ജീവിതം ശ്രേഷ്ഠമാക്കാനും എന്റെ ജീവിതത്തിലൂടെ അനേകർക്ക് ശക്തി കൊടുക്കാൻ, അനേകരുടെ ജീവിതം സഹജമാക്കി തീർക്കാനും പറ്റും നമ്മൾ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ബാബ അതിനെ ലോട്ടറി എന്ന് പറയുന്നത്. എത്ര വലിയ ഭാഗ്യമാണ് നമ്മുടേത്. നമ്മളെ വളരെ സഹജമാക്കി തന്നത് ജ്ഞാനത്തിന്റെ ആധാരത്തിലാണ്. അപ്പൊ യോഗം നമുക്ക് കിട്ടിയതും, യോഗം ഇതൊരു യോഗമാണ് അല്ലെ, ആ ഒരു യോഗത്തിന്റെ ഭാഗ്യം നമുക്ക് കിട്ടിയത് ജ്ഞാനത്തിന്റെ ആധാരത്തിലാണ്. അപ്പൊ നമ്മൾ യോഗി ജീവിതം നയിക്കുന്നതും, യോഗി ജീവിതം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതും ജ്ഞാനത്തിന്റെ ആധാരത്തിലാണ്. അജ്ഞാനത്തിന്റെ ആധാരത്തിൽ വരുന്ന യോഗം എന്ന് വെച്ചാർത്ഥം ബന്ധമാണ്. നമുക്കറിയാം യോഗം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യും. ബാബയെ ഓർമ്മിക്കുക. നമ്മൾ ഓർമ്മിക്കുന്നത് ആരെയാണ്? സ്നേഹമുള്ളവരെയാണ്. സ്നേഹം നമുക്കിപ്പോ ആരോടാണ്? എനിക്ക് എന്നോടും സ്നേഹം വന്നു, എനിക്ക് ബാബയെയും സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു. അപ്പൊ യോഗി ജീവിതം എന്ന് പറഞ്ഞാല് സ്നേഹസമ്പന്നമായ ജീവിതമാണ്. പ്രത്യേകിച്ച് ജാനുവരി മാസം സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന മാസം, സൈലൻസിന്റെ മാസം,
എല്ലാവരും യോഗി ജീവിതം അനുഭവിക്കുന്ന മാസം. കാരണം ബാബയുടെ ആ ശക്തി, ബാബയുടെ ഓർമ്മ നമുക്ക് കൂടുതലായിട്ട് വരുന്ന സമയമാണ്. അത്രയും ഭാഗ്യശാലികളാണ് നമ്മള്, യോഗി ജീവിതം നയിക്കുന്നവരാണ് നമ്മള്. അതിൽ നമ്മൾ യോഗയുക്തരായി തീരണം. ബ്രാഹ്മണ ജീവിതത്തില് നമ്മൾ യോഗയുക്തരായി തീരുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഓരോ കർമ്മം ചെയ്യുമ്പോഴും, ഓരോ സമയത്തും, ഓരോ സെക്കൻഡിലും എനിക്ക് ജ്ഞാനസഹിതമായ ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. അത് സഹജമായി എന്നിൽ വരികയാണെങ്കിൽ പറയാം, എന്റെ ജീവിതം യോഗയുക്തമായ ബ്രാഹ്മണ ജീവിതമാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് യോഗയുക്തമായി നമുക്ക് മുന്നോട്ട് പോവുക? കാരണം നമ്മള് സഹജ യോഗികളാണ്, സ്വതേ യോഗികളാണ്, നിരന്തര യോഗികളാണ്, രാജയോഗികളാണ്, ശ്രേഷ്ഠ യോഗികളാണ്, തപസ്വികളാണ് നമ്മള്. അപ്പൊ എത്രയും വലിയ സ്വമാനം ബാബ നമുക്ക് തന്നിട്ടുണ്ട്. അതില് ചില സമയത്ത് വീഴ്ചകൾ വരുന്നത് എപ്പോഴാണ്? നമുക്ക് യോഗി ജീവിതം എപ്പോഴാണ് ബുദ്ധിമുട്ടായിട്ടും യോഗയുക്തമല്ലാതെയായി പോകുന്നത്? നമ്മള് രഹസ്യയുക്തരല്ലാതെ പോകുമ്പോ, ജ്ഞാനയുക്തരല്ലാതാകുമ്പോഴാണ്. അത് വരുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ ചില സമയത്ത് അവജ്ഞ ചെയ്യുന്നുണ്ട്. ജ്ഞാനത്തെയും ബാബയെയും ബാബയുടെ നിർദ്ദേശത്തെയും ചെറിയ രീതിയിലെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ, ഡോണ്ട് കെയർ ചെയ്യുകയാണെങ്കിൽ, അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് വരുമ്പോൾ അവിടെ ചെറിയ യോഗി ജീവിതത്തില് ചില ബുദ്ധിമുട്ടുകള് അല്ലെങ്കിൽ അതിൽ ചില പാകപ്പിഴകൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് തലയ്ക്ക് ഭാരം വരും. അതിൽ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മള് ബാബ മിനിഞ്ഞാന്ന് മുരളിയിൽ പറഞ്ഞു, ജ്ഞാനസഹിതമായിരിക്കണം നമ്മുടെ ഭാവന. ഭാവനയും ജ്ഞാനവും ബാലൻസ് ചെയ്യണം. കാരണം യോഗം ചെയ്യണമെങ്കിൽ, യോഗയുക്ത ജീവിതം നയിക്കണമെങ്കിൽ ബാലൻസ് വേണം. എല്ലാം ജീവിതം തന്നെ ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. അതിൽ നമ്മൾ ജ്ഞാനം മാത്രം പോരാ, യോഗം മാത്രം പോരാ, സേവനം മാത്രം പോരാ, ഞാൻ ധാരണയുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഇതിലെല്ലാം നമുക്ക് ബാലൻസ് വേണം. അതിൽ പ്രത്യേകിച്ച് ബാബ പറഞ്ഞു, ഭാവനയും ജ്ഞാനവും നമ്മൾ സന്തുലനം ചെയ്യണം. നോക്കൂ, നമ്മള് ഈശ്വരീയ കുട്ടിക്കാലം ഒന്ന് ഓർക്കുക. നമ്മൾ ജ്ഞാനത്തിലേക്ക് വന്ന സമയം എങ്ങനെയായിരുന്നു? വളരെ രസകരമായിരുന്നു. ഘോര കലിയുഗത്തിൽ നിന്ന് നമ്മള് സംഗമയുഗത്തിലേക്ക് പ്രവേശിച്ച സമയം, തീർത്തും കലിയുഗമാകുന്ന കൊടും കാട്ടിൽ നിന്ന് നമ്മളൊരു സുഗന്ധം നിറഞ്ഞ പൂന്തോട്ടത്തിലേക്ക് പ്രവേശിച്ച സമയം. ഇല്ലെങ്കിൽ നമുക്ക് പറയാം, പക്കാ ശൂദ്രനിൽ നിന്നും, ദേഹാഭിമാനത്തിൽ നിന്നും നമ്മളൊന്ന് പതുക്കെ പൊങ്ങി ബ്രാഹ്മണ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ദിവസങ്ങൾ. എല്ലാരും ഒന്ന് പുറകോട്ടേക്കൊന്ന് പോയി നോക്കൂ. നമ്മുടെ കുട്ടിക്കാലം, നമ്മള് ഓരോ ദിവസവും ജ്ഞാനം കേട്ട് കേട്ട് വരുംതോറും, നമ്മൾ ആ ജ്ഞാനം അകത്തേക്ക് ചെല്ലുന്തോറും നമുക്ക് ഭാവന ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും ശ്രേഷ്ഠ ഭാവനയാണ് ബാബയോടും, ജ്ഞാനത്തോടും, ബ്രാഹ്മണ പരിവാരത്തോടും, യജ്ഞത്തോടും, യജ്ഞ സേവനത്തോടും, നിമിത്തമായവരോടും എല്ലാം നമുക്ക് ഭയങ്കര ഭാവനയാണ്. ഭാവന എത്രമാത്രം ഉണ്ടോ അത്രയും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വളരെയധികം പ്രതീക്ഷകൾ വെക്കുകയാണ്. പലരും പലപ്പോഴും അനുഭവം പറയുമല്ലോ, ഞാൻ അങ്ങനെ ഭാവന വെച്ചാ വന്നത്, പക്ഷെ എനിക്ക് അത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല, അത് കണ്ടതോടുകൂടി എന്റെ ഭാവനയൊക്കെ പോയി. ഈ ഭാവന എന്ന് പറയുന്നത് പെട്ടെന്ന് ചേഞ്ച് ആകുന്നതാണ്. നമ്മൾ ഒരാളെ പ്രതി വലിയ ഭാവന വെച്ചു, ഭാവന ഉണ്ട്, പക്ഷെ ആ വിചാരിച്ച പോലെ ഭാവനയ്ക്കുള്ളിൽ എക്സ്പെക്ടേഷൻ വരും. നമ്മളുടെ പ്രതീക്ഷകൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാം ഞാൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ വിചാരിക്കുകയാണ് അവരിങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചു. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ നമ്മുടെ മാനസിക സ്ഥിതി ഡൗൺ ആവും, നമ്മുടെ യോഗത്തെ ബാധിക്കും. അതുകൊണ്ട് ബാബ നമ്മളോട് പറയാണ്, കുട്ടികളെ ഭാവനയോടൊപ്പം ജ്ഞാനവും കൂടി വേണം.
ഇപ്പൊ യജ്ഞത്തോട് എനിക്ക് നല്ല ഭാവനയുണ്ട്, പക്ഷെ ജ്ഞാനമില്ലെങ്കിലോ ശക്തി കിട്ടില്ല എനിക്ക്. ജ്ഞാനമാകുന്ന ശക്തി ഇല്ലാതെ വെറും ഭാവന മാത്രമായി കഴിഞ്ഞാല് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വീഴാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ജ്ഞാനത്തിന്റെ ഉറവിടം മുരളിയാണ്. മുരളി കേട്ടത് കൊണ്ട് മാത്രം ഒന്നും ആയില്ല. കാരണം ബാബ നമ്മളോട് എപ്പോഴും പറയും, കുട്ടികളെ നിങ്ങൾക്ക് കേൾക്കുന്ന സംസ്കാരം ദ്വാപരയുഗം മുതലുണ്ട്. നിങ്ങൾ നല്ല കേൾവിക്കാരാണ്, ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠ കാര്യമാണ്. പക്ഷേ ഈ ജ്ഞാനത്തെ എന്റേതാവുന്നത് എപ്പോഴാണ്, ഞാൻ സ്വന്തമാക്കുന്നത് എപ്പോഴാണ്? അതിനെ മനനം ചെയ്യുമ്പോഴാണ്. അത് മനനം ചെയ്ത് അത് എന്റെ കർമ്മത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ജ്ഞാനം ബലമായിട്ട് വരുന്നത്. ജ്ഞാനമാകുന്ന മരുന്ന് നമുക്ക് കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലേക്ക് അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ജ്ഞാനസഹിതമായിരിക്കണം ഭാവന. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ യോഗത്തെ ബാധിക്കും. അർത്ഥം, നമ്മള് ചെറിയ ചെറിയ അവജ്ഞകൾ ചെയ്യാൻ തുടങ്ങും. ശരിക്കും ജ്ഞാനം നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. അതിനെന്താ ചെയ്യേണ്ടത്? ഏകാന്തമായിട്ടിരുന്ന് ഞാൻ ഓരോ ജ്ഞാനത്തിന്റെ ഓരോ പോയിന്റും എന്നോട് തന്നെ ചോദിച്ച് അതിനുള്ള സ്പഷ്ടീകരണം, അതിനുള്ള കൃത്യമായ അനുഭവ സഹിതമായ ഉത്തരം എനിക്ക് കിട്ടിയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ ധാരണ വരുള്ളൂ. ആ ധാരണയ്ക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? യോഗം ശരിയാവുള്ളൂ. അപ്പൊ യോഗത്തിന്റെ അനുഭവം നമുക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ജ്ഞാനസഹിതമായിരിക്കണം ഓർമ്മ, ജ്ഞാനസഹിതമായിരിക്കണം. അപ്പൊ ജ്ഞാനത്തിൽ ഏതെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ പോയി. അപ്പൊ നമ്മളോട് ബാബു പറയണ, കുട്ടികളെ മുരളി കേൾക്കണം. കാരണം ജ്ഞാനം ഉണ്ടെങ്കിലേ യോഗം ശരിയാവുള്ളൂ. അപ്പൊ ഞാൻ ഇരിക്കുക, എന്താണ് മുരളി കേൾക്കുന്നുണ്ടുള്ള നേട്ടം? മുരളി എന്ന് പറഞ്ഞാൽ ആരോട് പറയുന്നതാണ്? അതിനെന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം വന്നു? അത് രാവിലെ 7 മണിക്ക് തന്നെ കേൾക്കണം എന്ന് എന്തുകൊണ്ടാ പറയുന്നത്? എല്ലാവരോടും ഒപ്പം മുരളി കേൾക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ആത്മാഭിമാനിയാകുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഇതെല്ലാം നമ്മള് ശരിക്കും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മള് വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ മനസ്സിലാക്കണം. നല്ല രീതിയിൽ തന്നെ അത് ശരിക്കും സ്പഷ്ടമാക്കി കൊടുക്കണം എനിക്ക്. അതുപോലെ അമൃതവേള യോഗം, യോഗത്തിന്റെ പ്രാധാന്യം ബാബ എന്തുകൊണ്ട് പറഞ്ഞു? മനനം ചെയ്യുക. അല്ലാതെ എനിക്ക് ഭാവനയുണ്ട്, ഞാൻ എല്ലാ ദിവസവും 3:30 എഴുന്നേക്കും, ചിലര് ഭാവനയിൽ 2 മണിക്ക് എഴുന്നേക്കും, ചിലർ 1 മണിക്ക് എഴുന്നേറ്റിരിക്കും. നോക്കുക, എന്റെ യോഗം കണക്ഷൻ ശരിയാണോ? പിന്നെ എനിക്ക് ബാബയിൽ നല്ല ഭാവനയുണ്ട്, ഞാൻ എല്ലാം ബാബയോട് പറയാണ്, പക്ഷെ എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചേ? അവരെന്താ എന്നോട് ഇങ്ങനെ പെരുമാറിയേ? ഞാൻ ആ സിസ്റ്ററിന്റെ മേല്, ആ ബ്രദറിന്റെ മേല് നല്ല ഭാവന വെച്ചതാ, എന്നിട്ട് എന്തായി? അവരെന്നോട് അങ്ങനെ ചോദിച്ചു. ഞാൻ ഈ യജ്ഞത്തിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതാണ്, പിന്നെ അവരെന്താ എന്നോട് അങ്ങനെ പറഞ്ഞത്? എന്താണ് ചെയ്തില്ലേ എന്ന് ചോദിച്ചത്? കാരണം ഭാവനയുണ്ട് നമുക്ക്. പക്ഷെ എന്തു പറ്റി? ജ്ഞാനത്തിന്റെ അഭാവം മൂലം നമ്മുടെ ഭാവനയിൽ ചെറിയ പാകപ്പിഴകൾ വരാം. ഈ ഭാവന നമ്മൾ വിചാരിച്ചതുപോലെ അല്ല എങ്കിൽ അവിടെ നമുക്ക് ചോദ്യങ്ങൾ വരും, നമ്മുടെ യോഗത്തിന് വിഘ്നം വരും. അതുകൊണ്ട് ഭാവനയോടൊപ്പം, ഭാവനയില്ലാതെ യോഗം ചെയ്യാൻ പറ്റില്ല. ജ്ഞാനം നമുക്ക് ഭാവനയില്ലാതെ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഭാവന മാത്രമായിട്ടും കാര്യമില്ല. എന്നാൽ ചിലപ്പോ നമ്മൾ ജ്ഞാനം മാത്രം ചിന്തിച്ച് ഇപ്പൊ ബാബ എന്റെ അച്ഛനാണ്, ബാബ എന്റെ അച്ഛനാണ്, ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ബാബ അച്ഛനാണ്, ബാബ പരംപിത പരമാത്മാവാണ്, ബാബ സ്നേഹത്തിന്റെ സാഗരമാണ്. ചിലര് യോഗം ചെയ്യാതിരിക്കുമ്പോ ഭയങ്കര ഗംഭീരതയാണ്, ഭയങ്കര സീരിയസ് ആയിട്ടിരുന്നു. അപ്പൊ അത് കാര്യമില്ല. എനിക്ക് ഭാവന വേണം, എന്റെ ബാബ സ്നേഹത്തിന്റെ സാഗരമാണ്. അപ്പൊ ഉടനെ എനിക്ക് ആ സ്നേഹം, എനിക്ക് സാഗരം കാണാൻ പറ്റണം. ആ ഒരു സാഗരം എങ്ങനെയാണ്? ബാബ സ്നേഹത്തിന്റെ സാഗരമാണ്, എന്റെ അച്ഛനാണ്, എന്റെ ഫ്രണ്ടാണ്. ഇതെല്ലാം എനിക്ക് ഭാവനയും വേണം. ഭാവനയോടുകൂടി ജ്ഞാനം ചിന്തിക്കണം.
എങ്കിലേ യോഗം ശരിയാവും, എങ്കിലേ യോഗയുക്തമായ ജീവിതമായി തീരുള്ളൂ. ഭാവന ശ്രേഷ്ഠമായിരിക്കണം, ഭാവനയോടുകൂടിയ ജ്ഞാനമായിരിക്കണം, എങ്കിൽ മാത്രമേ അനുഭൂതി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പറയാം അമൃതവേള യോഗം ബാബ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നും എഴുന്നേൽക്കാറുണ്ടല്ലോ. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ബാബ ഇതും പറഞ്ഞു, കുട്ടികളെ നിങ്ങൾക്ക് സ്നേഹം മാത്രം പോരാ, നിങ്ങൾ യോഗവും കൂടി ചെയ്യണം. ശക്തി വരുന്നത് യോഗത്തിൽ കൂടിയാണ്. അർത്ഥം നമ്മൾ കുറെ ജ്ഞാനം കേട്ടു, കുറെ പോയിന്റ്സ് കിട്ടി, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി, പക്ഷെ എനിക്ക് ഇരുന്ന് യോഗം ചെയ്യുന്ന അഭ്യാസമില്ല എങ്കിൽ നമ്മൾ തോറ്റു. അശരീരിയാകണം ബാബ പറഞ്ഞിട്ടുണ്ട്. എന്താ ശരീരി? അത് ഞാൻ ചിന്തിക്കണം. ക്ലാസ്സുകൾ കേട്ടിട്ട് കാര്യമില്ല. അനുഭൂതിയാണ് യോഗം. യോഗം എന്ന് പറഞ്ഞാൽ അനുഭൂതി, അനുഭവം. അതിന് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഞാൻ അത് അനുഭവിക്കുകയാണ്. അതിന് നമുക്ക് സൈലൻസിന്റെ ശക്തി തന്നെ വേണം. ഭാവനയോടുകൂടി ആ ജ്ഞാനത്തെ ചിന്തിച്ച് ഞാൻ അന്തർമുഖതയുടെ ആഴത്തിലേക്ക് തന്നെ പോണം. അതിന് ഏറ്റവും നല്ല സമയം അമൃതവേളയാണ്. അപ്പൊ ബാബ പറയുന്ന ഓരോ ജ്ഞാനത്തെയും ഭാവനയോടുകൂടി ഉൾക്കൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഞാൻ ഒരു യോഗയുക്ത ബ്രാഹ്മണനായി തീരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യോഗമുണ്ട്, ജ്ഞാനമുണ്ട്, ഭാവനയുണ്ട്, എല്ലാം ഉണ്ട്. സ്നേഹമുണ്ടോ ബാബോട്? സ്നേഹമുണ്ട്. യോഗം ചെയ്യുന്നുണ്ടോ? ഞാൻ ഇരിക്കാറുണ്ട്. പക്ഷെ എന്താ സന്തോഷമില്ലാത്ത? ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താണ്? ഹാപ്പിനെസ്. ബാബ ഇന്നലെ പറഞ്ഞു സന്തോഷം. യോഗം ശക്തമായ ബാബയുടെ ഓർമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടായിരിക്കും, ഭാരരഹിതമായ അവസ്ഥയായിരിക്കും. പക്ഷെ അതോടൊപ്പം നിങ്ങളുടെ വികർമ്മം നശിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തലയുടെ ഭാരം കുറയും, ഭയങ്കര ലൈറ്റ്നെസ് ഫീൽ ചെയ്യും. ലൈറ്റ്നെസിന്റെ ആധാരത്തിൽ സന്തോഷം കിട്ടും. അനുഭവം ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് ജ്ഞാനത്തെ ഭാവനയോടുകൂടി അനുഭവം ചെയ്യാം. 5 മിനിറ്റ് നമുക്ക് സഹജമായിട്ട് എങ്ങനെ ബാബയെ ഓർമ്മിക്കാം. ജ്ഞാനത്തിന്റെ പോയിന്റുകൾ വരുന്നു, പക്ഷെ അത് ഞാൻ ഭാവനയിൽ കാണുന്നു, ഞാനത് അനുഭവം ചെയ്യുന്നു. നമുക്ക് ബാബേനെ ഒന്ന് സ്നേഹത്തിന്റെ സാഗരമായിട്ട് കാണാം. അച്ഛൻ എന്നുള്ള ബന്ധം അനുഭവം ചെയ്യാം. ബാബയെ പരംധാമിൽ ഓർമ്മിക്കാം. വളരെ സഹജമായിട്ട് നമുക്കൊന്ന് അനുഭവം ചെയ്യാം. ഓക്കെ, എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഇരിക്കുക. അന്തർമുഖി സദാ സുഖി ആത്മാവാണ് ഞാൻ. ശ്രേഷ്ഠാത്മാവാണെന്നുള്ള സ്മൃതിയുടെ തിലകം ഞാൻ അണിയുന്നു. ഭാഗ്യശാലി ബ്രാഹ്മണാത്മാവാണ് ഞാൻ. സ്വയം ബാബ തിരഞ്ഞെടുത്ത് പാലിക്കുന്ന പദമാപദം ഭാഗ്യശാലി. ശ്രേഷ്ഠ മഹാതപസ്വിയാണ് ഞാൻ. ഞാൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്റെ സുന്ദര രൂപത്തെ അനുഭവിക്കുകയാണ്. ഭാരരഹിതമായ
ബാബ സ്നേഹിക്കുന്ന ചൈതന്യ ശക്തി മനസ്സും ബുദ്ധിയും കൊണ്ട് ഞാൻ പരംധാമിലെത്തി. അനന്തമായ ബാബയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മലോകം ബാബ ജ്യോതി ശക്തമായി പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ മുന്നിൽ. ഞാൻ ബാബയെ മനോബുദ്ധി കൊണ്ട് അടുത്തടുത്ത് അനുഭവിക്കുകയാണ്. അച്ഛന്റെ രൂപത്തിൽ ബാബ എൻ്റെ മുന്നിൽ ഹാജരാണ്. സ്നേഹത്തിന്റെ സാഗരമാണ് ബാബ. ശരിക്കും ബാബയുടെ കിരണങ്ങൾക്കുള്ളിൽ പരിധിയില്ലാത്ത കറയറ്റ സത്യമായ പവിത്ര പിതൃസ്നേഹം ഞാൻ അനുഭവിക്കുകയാണ്. എന്റെ ബാബ എന്ന ഒരേ ഒരു സങ്കല്പത്തിൽ മഗ്നമാവും. ഇപ്പൊ യോഗം ഭാവനയോടുകൂടി ചെയ്യുമ്പോ ജ്ഞാനത്തിന്റെ ബിന്ദുക്കൾ ബുദ്ധിയിൽ നിറച്ച് ചെയ്യുമ്പോൾ സഹജമായി തീരും. ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യാരാ പ്യാര, അല്ലെങ്കിൽ പറയാം സാക്ഷി സാധി. നമ്മൾ എന്തിൽ നിന്ന് ന്യാരയാകണം, എങ്ങനെയാണ് പ്യാരയാവേണ്ടത്, അത് സ്പഷ്ടമായ നമുക്ക് ഒരു ബോധമില്ല എങ്കില്, അതിന്റെ അനുഭൂതി ഇല്ല എങ്കില് യോഗം ശരിയാവില്ല. കാരണം വേറിടേണ്ടത് എന്തിൽ നിന്നാണ്? നമുക്ക് കാര്യവ്യവഹാരങ്ങൾ എല്ലാം ചെയ്യണം, നമുക്ക് ഉത്തരവാദിത്വങ്ങൾ എല്ലാം നിറവേറ്റണം, ശരീരത്തിന്റെ കാര്യത്തെ കുറിച്ച് നമുക്ക് ബോധവാന്മാരായിരിക്കണം, ആത്മാവിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് ബോധം വേണം. പക്ഷെ നമ്മൾ വേറിടേണ്ടത് എന്തിൽ നിന്നാണ്? ദേഹബോധത്തിൽ നിന്ന്, ദേഹ അഭിമാനത്തിൽ നിന്ന്. ഇത് രണ്ടും സൂക്ഷ്മമാണ്. ബോധം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാലം വിചാരിച്ചു വെച്ചിരുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ചട്ടക്കൂടാണ് എന്നാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഞാനല്ല, ഇത് എന്റെയാണ്, ഞാൻ ആത്മാവാണ്. നമ്മൾ ശരി ആത്മബോധത്തിലേക്ക് വന്നു. പക്ഷെ ഈ അഭിമാനം നമ്മളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ്? ഞാൻ ആരാണ് എന്ന് ചോദിച്ചാല് എന്റെ പേര്, എന്റെ കുലം. ചിലരങ്ങനെയാണ് ഇപ്പോഴും. ഏത് ജാതി? ബ്രാഹ്മണ ജാതിയിലേതാണ്. പക്ഷെ ഇപ്പോഴും ബ്രാഹ്മണര് തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുന്നത് ഇവരേത് ജാതിയില, ഇവരേത് കുലത്തില,
ഇവരെന്താണ്? നമ്മൾ നോക്കുക, നമ്മൾ ഇതൊക്കെ വിട്ടെറിഞ്ഞവരാണ്. ലൗകികത്തിൽ ഏത് തന്നെ ആയിക്കോട്ടെ, ഏറ്റവും ഉയർന്ന കുലം ഈശ്വരീയ കുലം തന്നെ. ഏറ്റവും ഉയർന്ന ജാതി ബ്രാഹ്മണ ജാതിയാണ്. അഭിമാനത്തോടുകൂടി ഓർമ്മിക്കണം, ഞാൻ ഈശ്വരീയ കുലത്തിലേതാണ്, ഞാൻ ബ്രാഹ്മണ ജാതിയിലേതാണ്. ബ്രാഹ്മണനാക്കി എന്നെ ബാബ. എന്നെ വിശ്വസേവാധാരി, വിശ്വമംഗള. എന്താ ജോലി? എത്ര ഉയർന്ന ജോലിയാണ് ബാബ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, എത്ര ഉയർന്ന കർത്തവ്യമാണ് ബാബ എനിക്ക് തന്നിരിക്കുന്നത്, എത്ര വലിയ ഉത്തരവാദിത്വത്തോടൊപ്പം എത്ര ശക്തിയാണ് ബാബ നിറച്ചു തന്നെ. അഭിമാനിക്കണം അതില്. സംഗമയുഗത്തില് മാത്രമേ നമുക്ക് ഈ അഭിമാനം വരുള്ളൂ. ഞാൻ പരമാത്മാവിന്റെ കുട്ടിയാണ്, സർവശക്തന്റെ കുട്ടിയാണ്, എന്നെ ബാബ തെരഞ്ഞെടുത്തതാണ്. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം. ഭഗവാന്റെ സെലക്ഷൻ ആണ്. നമ്മളെ ആരും എലക്ഷൻ നടത്തി ഇവിടെ ഇരുത്തിയതൊന്നുമല്ല. നമ്മള് സെലക്ഷൻ ആണ്. അതും നമ്മളും സാധാരണ തന്നെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ ചിലർക്ക് അറിയാലോ. ചിലർ കുറെ ഡ്രസ്സ് എടുപ്പിച്ചിട്ട് ഒന്നും എടുക്കില്ല. അവിടെ സെലക്ഷൻ ആണ്. അതിൽ നിന്നൊന്നും നമ്മൾ സെലക്ട് ചെയ്യുന്നു. എലക്ഷൻ എന്ന് പറയുമ്പോൾ കുറെ പേരുടെ അഭിപ്രായത്തെ മാനിച്ചിട്ട് വേണം, അവരുടെ അഭിപ്രായത്തെ മാനിച്ചാണ് നമുക്ക് ആ പദവി കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ എങ്ങനെയാണ് ഏതാണെന്നൊന്നും ബാബ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല, നമ്മളോടും ചോദിച്ചില്ല. നമ്മളിവിടെ കയറി വന്നപ്പോ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല. ബാബയുടെ ദൃഷ്ടിയിൽ ഞാൻ പെടണമെങ്കില് നമ്മൾ ഓരോ ആത്മാവും വളരെ ശ്രേഷ്ഠമാണ്, വളരെ സത്യസന്ധമാണ്. സാധാരണക്കാർക്കൊന്നും വരാൻ പറ്റില്ല. നമ്മളെ ബാക്കിയുള്ളവര് പറഞ്ഞോട്ടെ, പക്ഷെ ബാബയുടെ ദൃഷ്ടിയിൽ പെട്ടുവെങ്കില് ഞാൻ സാധാരണമല്ല, അസാധാരണം തന്നെയാണ്. അപ്പൊ നമ്മൾ ത്യാഗം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ന്യാരയാകേണ്ടത് ആ ഒരു ദേഹത്തിന്റെ ബോധമാകുന്ന ചിന്തകളിൽ നിന്ന്. അതെന്റെ ഉള്ളിൽ ഉറച്ചു കിടക്കുകയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത്. അത് ബോധപൂർവം തന്നെ മാറ്റിയെടുക്കണം. ബോധപൂർവം തന്നെ നമ്മൾ അതിൽ നിന്ന് ദൂരെയാകണം. ഈ ശുദ്ധ അഭിമാനത്തിലേക്ക് ഞാൻ തന്നെ വിചാരിച്ചു വരണം. എന്നെ ആരും കൊണ്ടുവരുമൊന്നുമില്ല. ബാബ വിചാരിച്ച ഞാൻ ആത്മാഭിമാനിയാകും, ബാബ വിചാരിച്ച ഞാൻ ആത്മാഭിമാനിയൊന്നും ആവില്ല. എനിക്ക് അങ്ങനെ ന്യാരയാകാൻ പറ്റില്ല. പിന്നെ എന്തിൽ നിന്ന് ന്യാരയാകണം? എന്തിൽ പ്യാരയാകണം? ബാബയുടെ പ്യാരെ. ബാക്കി ഇവിടെയുള്ളവരുടെ സ്നേഹം കിട്ടാനോ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ എന്നെ ആദരിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം, എന്നോട് ഒരു വാക്കൊന്ന് പറയണം, എന്നോടൊന്ന് ചോദിച്ചെങ്കിൽ എന്തായിരുന്നു, എന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മള് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് ന്യാര. ബാബയുടെ സ്നേഹത്തിലേക്ക് വരൂ. ഇതിൽ നിന്നും ന്യാരയാകുക എന്ന് വെച്ചാൽ എല്ലാവരിൽ നിന്നും ഒന്നും ഒട്ടിപ്പിടിച്ച് പ്രതീക്ഷിക്കണ്ട. ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യുക. എങ്ങനെ? സ്നേഹത്തോടെ ചെയ്യുക. കർമ്മഫലം ന്യാര. ബാബയോട് പറയാനുള്ള കാര്യങ്ങൾ സ്നേഹത്തോടെ പറയുക. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി തുറന്ന് തന്നെ സത്യമായ മനസ്സോടെ ബാബയുടെ മുന്നിൽ സ്പഷ്ടമാക്കണം. അതുകൊണ്ട് ബാബ പറയും, എനിക്ക് നിങ്ങൾ കത്തെഴുതണം. പ്യാര, അത് സ്നേഹത്തോടെ. പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ റിസൾട്ട് കിട്ടണം. ന്യാര, റിസൾട്ട് ബാബ തരും. ഒന്ന് നമ്മുടെ കാർമിക് അക്കൗണ്ട് അനുസരിച്ചിരിക്കും, ചെയ്ത കർമ്മത്തിനനുസരിച്ചുണ്ട്. സൂക്ഷ്മമായിട്ട് നമ്മുടെ കുറെ കണക്കുകൾ ക്ലിയർ ആവാനും നമുക്ക് പേഷ്യൻസ്, ക്ഷമ വേണം. ഉടനെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആകണം. യജ്ഞ സേവനം, ഏത് കാര്യം സേവനം, വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, യജ്ഞത്തിന്റെ സേവനമായിക്കോട്ടെ, സ്നേഹത്തോടെ ചെയ്യുക. പ്യാര, സ്നേഹത്തോടെ ചെയ്യുക. റിസൾട്ട് കണക്ക് പറയും. ഞാൻ ഇത്ര ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തതല്ലേ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് അവരെന്നോട് ശാന്തി പോലും പറഞ്ഞില്ല, എന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല. അപ്പൊ നമ്മൾ ചെയ്തതിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ സ്നേഹത്തോടെ ചെയ്യണം. കാരണം കരൻ കരാവൻഹാർ ബാബയാണ്. ബാബയില്ലെങ്കിൽ നമ്മൾ ഈ സ്ഥാനത്തൊന്നുമില്ല. ബാബയുടെ ജ്ഞാനത്തിന്റെ ആധാരത്തിലാണ് ഞാനത് ജീവിച്ചു പോകുന്നത്.
ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്തുകൊണ്ടാ പറയുന്നത്? ഈ ജ്ഞാനത്തിന്റെ ആധാരത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഈ ജ്ഞാനം ചിന്തിച്ചിട്ടാണ് എനിക്ക് ശക്തി വരുന്നത്. ഈ ജ്ഞാനം ഉള്ളത് കൊണ്ടാണ് എനിക്ക് സഹജമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. എന്നെ എല്ലാവരും സ്നേഹിക്കുന്നതും എന്നെ ആദരിക്കുന്നതും എനിക്കൊരു നിലയും വിലയും തരുന്നത് ബാബയുടേതായത് കൊണ്ട് മാത്രമാണ്. അതെവിടെയാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആര് നമ്മളെ അംഗീകരിക്കുന്നെങ്കിലും ഈ അംഗീകാരത്തിനും ഇതിന് ഈ പദവിക്കും എന്നെ യോഗ്യനാക്കിയത് ബാബയാണ്. ശരിയാണ്, പണ്ട് നമുക്ക് കഴിവുണ്ടായിരുന്നിരിക്കാം, പക്ഷെ ആ കഴിവിൽ നമ്മൾ അഭിമാനിച്ചിരുന്നു. പണ്ട് നമ്മൾ എല്ലാവരുടെയും സ്നേഹിയായിരുന്നിരിക്കാം, പക്ഷെ നമുക്ക് ഡിറ്റാച്ച്ഡ് ആവാൻ അറിയില്ല. സൂക്ഷ്മമായിട്ട് നമുക്ക് അഭിമാനം ഉണ്ടായിരുന്നു. അപ്പൊ പ്യാര എവിടെയാകണം? എങ്ങനെ സ്നേഹത്തോടെ കർമ്മം ചെയ്യണം, എങ്ങനെ ബാബയെ മാക്സിമം സ്നേഹിക്കുക. ബാബ അതിൽ പറയും ശതമാനമൊന്നുമില്ല. പക്ഷെ നമ്മള് വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പ്രതീക്ഷകളിൽ നിന്നും ന്യാരയാകുക. ഈ ദേഹത്തിൻ്റെതായ ചില കാര്യങ്ങളിൽ, ദേഹത്തിൻ്റെതായ നമ്മൾ ചുറ്റുപാടുകളിൽ നിന്നും ന്യാരയാകണം. കുലമര്യാദകളിൽ നിന്നും ന്യാരയാകണം. വേറിടണം. എന്തിൽ നിന്ന് വേറിടണം എന്നുള്ള ബോധം എനിക്ക് വേണം. ന്യാര പ്യാര. സാക്ഷിയാവണം. എവിടെ? മറ്റുള്ളവരുടെ പാർട്ട് സാക്ഷിയായിട്ട് നോക്കുക. അവിടെ നമ്മൾ ന്യാര. ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യിപ്പിക്കാനുണ്ട്, ആരോടെങ്കിലും പറയാനുണ്ട്, അഭിപ്രായങ്ങൾ നമുക്ക് പറയാം, സ്നേഹത്തോടെ പറയാം. ന്യാര. അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, പിന്നെ എനിക്കതിൽ പങ്കില്ല, എന്നോട് ചോദിച്ചു പറഞ്ഞു. ന്യാര. ഈ ന്യാര പ്യാരയാകാൻ നമ്മൾ പഠിച്ചാല് യോഗം സഹജമാകും. യോഗയുക്തം എന്ന് പറയുമ്പോൾ സമയത്തിനനുസരിച്ച് യോഗിയുടെ മനസ്സിൽ ജ്ഞാനം വന്നിരിക്കും. അതുകൊണ്ട് യോഗിയെ കുറിച്ച് പറയും നിന്ദ, സ്തുതി, മാനം, അപമാനം, സുഖം, ദുഃഖം, ചൂട്, തണുപ്പം, ഇതിലൊന്നും യോഗി ഇളകില്ല. മഹാവീരൻ, ഇതെല്ലാം നമ്മുടെ അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയെ ഹഠയോഗികൾ എന്ത് ചെയ്തു? ഹഠം പിടിച്ച് അനങ്ങാതിരിക്കുന്നു. ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളെ ബലം പിടിച്ച് അവിടെ വെച്ചു. നമ്മളോട് പറഞ്ഞ മനോബുദ്ധിയാകുന്ന ഇന്ദ്രിയങ്ങളെ നിങ്ങൾ ശാന്തമാക്കും. ജ്ഞാനം ഉപയോഗിച്ച് ബാബയോടുള്ള സ്നേഹത്തിന്റെ ആധാരത്തില് ഇവിടെ നിന്നുള്ള കർമ്മഫലത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുക. സ്ഥിതി അചൽ അടോൾ. എന്റെ ശരീരം ഇതെന്റെ ശരീരമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ഡിറ്റാച്ച്ഡ് ആകുക. ജ്ഞാര. സാക്ഷിയായിട്ട് നോക്കുക. ഈ ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലുമൊക്കെ കുഴപ്പമൊപ്പിക്കുന്നുണ്ടോ? എന്താണ് ചെയ്യേണ്ടത്? അത് സൂക്ഷ്മവും സ്ഥൂലവുമായിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ഇടയ്ക്കിടയ്ക്ക് സാക്ഷിയാകണം, ന്യാരയാകണം, നോക്കണം. മനസ്സാകുന്ന കുട്ടി ഇടയ്ക്കിടയ്ക്ക് മാറി നിന്നുകൊണ്ട് നോക്കണം, ന്യാരയായിട്ട് നിൽക്കണം. എന്തൊക്കെയാണ് എന്റെ മനസ്സ് ചിന്തിച്ചു കൂട്ടുന്നത്? ബാബയുടെ ഓർമ്മ തന്നെയാണ്. മനസ്സേ, നിനക്ക് എത്ര ബാബയോട് സ്നേഹമുണ്ട്? ബാബയോട് സ്നേഹമർത്ഥം ബാബയുടെ ജ്ഞാനത്തെ ഞാൻ സമയത്തിന് ചിന്തിക്കുന്നുണ്ടോ, ഉപയോഗിക്കുന്നുണ്ടോ? എനിക്ക് സ്നേഹം ശരിക്കും ബാബയോട് തന്നെയാണോ? കാരണം എല്ലാവർക്കും സ്നേഹിക്കാൻ അറിയാലോ, എല്ലാവർക്കും സ്നേഹിക്കാൻ അറിയാം. സ്നേഹിക്കണം. പക്ഷെ സ്നേഹത്തിന്റെ പ്യൂരിറ്റി, ശുദ്ധത കൂടുന്തോറും അത് ശുദ്ധ പ്രേമത്തിലേക്ക് പരിവർത്തനപ്പെടും. അതുകൊണ്ടാണ് ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമം എന്ന് പറയും. ബാബ ഇടയ്ക്ക് പറയും പ്യാർ സെ പ്രേം സെ യാദ് കർ. പ്രേമം വരണം. പ്രേമം എന്ന് പറഞ്ഞത് ഒന്നിനോടുള്ളതാണ്, അതിൽ ശുദ്ധതയാണ്. അത് ബാബ നമുക്ക് ഇടയ്ക്ക് സ്പഷ്ടമാക്കി തരും. പിതാപ്രേമം, പിതാവ്രത. വ്രതം എന്ന് വെച്ചാൽ ഒന്നിനോട് തന്നെ. പതിവ്രത, പ്യൂർ ആയിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് നമ്മള് സ്നേഹം നമുക്ക് എല്ലാവരോടും വേണം, ചെയ്യുന്ന കർമ്മത്തോടും എല്ലാം സ്നേഹം വേണം. പക്ഷെ സങ്കല്പം കൊണ്ട് നമ്മൾ സാക്ഷിയാകണം, ഡിറ്റാച്ച്ഡ് ആകണം ഇവിടെ നിന്ന്, ഈ ലോകത്തിൽ. പരംധാം
ബാബ സ്നേഹം. എന്റെ വീടിനോട് സ്നേഹമുണ്ട്, പക്ഷെ ഇവിടെ ഒന്ന് ഡിറ്റാച്ച്ഡ് ആവും, അല്ലെങ്കിൽ പൊങ്ങാൻ പറ്റില്ല. അപ്പൊ ന്യാര പ്യാര നമ്മൾ ശരിക്കും സൂക്ഷ്മമായിട്ട് അഭ്യസിക്കണം. ഒരു കാര്യം എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു, സ്നേഹത്തോടെ ചെയ്തു, ന്യാര. അഭിപ്രായം ചോദിച്ചു, ഞാൻ സ്നേഹത്തോടെ അഭിപ്രായം പറഞ്ഞു, അപ്പൊ തന്നെ ന്യാരയാണ്. ബാബ എന്ന് ഓർമ്മ വരുമ്പോ തന്നെ പ്യാര, ഒട്ടിപ്പിടിക്കണം ബാബയില്. ലവ് നീഡ്. ശർക്കര വെള്ളത്തിൽ ഉറുമ്പ് കിടക്കുന്ന കണ്ടിട്ടില്ലേ? ചത്ത പോലെ കിടക്കും. എടുത്തു മാറ്റി കഴിഞ്ഞാൽ അത് ഓടിപ്പോണതാണ്. നമ്മൾ ബാബ എന്നുള്ള സ്നേഹത്തിൽ മുങ്ങിക്കിടക്കണം. ബാബ എന്ന ലോകത്തിൽ നമ്മൾ മുങ്ങണം, ആഴത്തിലേക്ക് പോണം. അത് എത്രമാത്രം സ്നേഹത്തിന്റെ സങ്കല്പങ്ങൾ രചിച്ച് അതിന്റെ അനുഭൂതിയിലേക്ക് പോണം, ഭാവനയോടുകൂടി. സ്വാഭാവികമായിട്ട് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിക്കോളും. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് ന്യാര പ്യാര അനുഭവം ചെയ്യാം. ഞാൻ ബാബയ്ക്ക് പ്രിയപ്പെട്ട ആത്മാവാണ്. ഈ ദേഹം ദേഹത്തിന്റെ ലോകത്തിൽ നിന്നും തീർത്തും വേറിട്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവാണ്. ഒരു ഗുഹയ്ക്കുള്ളിൽ മിന്നാമിന്നി തിളങ്ങുന്നത് പോലെ ഗുഹ വേറെ, മിന്നാമിന്നി വേറെ. വാഹനം ഡ്രൈവർ, വീട് അധികാരി, യജമാനൻ. കൂട് പക്ഷി, ഇതെല്ലാം വേറെ വേറെയാണ്. ആത്മാവാകുന്ന ഞാൻ ഈ ദേഹമാകുന്ന കൂട്ടിനുള്ളിലാണ്, എന്നാൽ ഇതിലെവിടെയും സ്പർശിച്ചിട്ടില്ല, ഡിറ്റാച്ച്ഡ് ആണ്. ഞാൻ ഈ ശരീരമാകുന്ന കൂട്ടിൽ നിന്നും സ്വതന്ത്രമായി മാറി നിന്നുകൊണ്ട് സാക്ഷിയായി എന്റെ രാജയോഗി രഥത്തെ ശ്രദ്ധിക്കുകയാണ്. ഞാൻ ആത്മാവ്, പ്രകാശവും ശക്തിയും അതിന് പ്രദാനം ചെയ്യും. ആത്മാവാകുന്ന എന്റെ മനസ്സിൽ ബാബയുടെ ഓർമ്മ വരും. എന്റെ സാഥി, എന്റെ പ്രിയതമൻ, എന്റെ പ്രാണനാഥനായ ബാബ. മേരാ ബാബ എന്ന് ഞാൻ അധികാരത്തോടെ ഓർമ്മിക്കുകയാണ്. എന്നിലേക്ക് ശക്തി നിറയുന്നു.
ഇപ്പോൾ എനിക്ക് വിശ്വത്തോട് മുഴുവൻ സ്നേഹം വരുന്നു. എല്ലാ ആത്മാക്കളെയും അവരുടേതായ രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. നാടകത്തിലെ എല്ലാ അഭിനേതാക്കളാകുന്ന സഹോദരങ്ങളെയും ബാബയുടെ മക്കളായി കാണാൻ കഴിയും. ഞാൻ വിശ്വത്തിന് ബാബയുടെ സ്നേഹത്തിന്റെ വൈബ്രേഷൻ കൊടുക്കുന്നു. മനോബുദ്ധി ബാബയിൽ കുടുങ്ങിക്കിടക്കുന്നു. ബാബയിൽ നിന്നും വരുന്ന ശക്തിയുടെ പ്രവാഹം അത് വിശ്വത്തിലേക്ക് ഒഴുകുന്നു. സാക്ഷിയായി നിന്നുകൊണ്ട് ബാബയെ മനോബുദ്ധി കൊണ്ട് സാക്ഷിയാക്കി സ്നേഹത്തിന്റെ പ്രകമ്പനങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. സാക്ഷി സാഥി ന്യാരാ പ്യാര നമ്മളെ യോഗയുക്തമായ ജീവിതത്തിന് വളരെ സഹായിക്കുന്ന ഒരു അനുഭൂതിയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ബാലക് സുമാലിക്. നമ്മളെ നിമിത്തവും വിനയമുള്ളവരും എന്നാൽ വളരെ സ്വമാനത്തിന്റെ ഓർമ്മയുണ്ടാക്കി തരുന്നു, ശുദ്ധ അഭിമാനികളാക്കി തീർക്കുന്ന ഒരു പോയിന്റാണ് ബാലക് സുമാലിക്. അതും നമുക്ക് നല്ല ക്ലാരിറ്റി വേണം. എവിടെ ബാലകനാകണം, എവിടെ അധികാരിയാകണം. ജ്ഞാനത്തിന്റെ സ്പഷ്ടത വേണം, രഹസ്യയുക്തരാകണം. ബാബ എപ്പോഴും പറയും ജ്ഞാനയുക്തം, യോഗയുക്തം, രഹസ്യയുക്തം, യുക്തിയുക്തം. എന്തുകൊണ്ടാ യുക്തം യുക്തം എന്ന് പറയുന്നത്? സമയത്തിന് അത് ഓർമ്മ വരണം, സമയത്തിന് ചെയ്യണം. അവരെയാണ് ജ്ഞാനയുക്തം. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ജ്ഞാനി തു യോഗി തു ആത്മാ. നിങ്ങൾ വെറും ജ്ഞാനികളല്ല, ജ്ഞാനസ്വരൂപമാകണം, യോഗസ്വരൂപമാകണം, ധാരണാസ്വരൂപമാകണം. ഇങ്ങനെ നമ്മൾ ബാലകനാകേണ്ടടുത്ത് ബാലകനാകണം, മാലിക്കാകേണ്ടടുത്ത് മാലിക്കാകണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, രാജയോഗി ജ്ഞാനസ്വരൂപരായിട്ടുള്ള നമ്മള് പുറമെ ഒന്നും കാട്ടിക്കൂട്ടണ്ട. പുറമെ ഒന്നും ചെയ്യണ്ട. ബാബയുടെ ജ്ഞാനം വളരെ രഹസ്യം നിറഞ്ഞതാണ്. ബാബയുടെ ജ്ഞാനം വളരെ ഗുപ്തമാണ്. അതെല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ചോദിക്കും അവരെന്താ ജ്ഞാനത്തിൽ വരാത്ത, ഇവരെന്താ ജ്ഞാനത്തിൽ വരാത്ത? മനസ്സിലാവണ്ടേ? ബാബയുടെ ഭാഷ മനസ്സിലാവണ്ടേ? നമ്മളെത്ര ഭാഗ്യശാലികളാ, ഭഗവാന്റെ ഭാഷ മനസ്സിലായി, ഭഗവാൻ ഉപയോഗിക്കുന്ന വേർഡ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ബാബയെ തന്നെ നമുക്ക് മനസ്സിലായി. എത്ര വലിയൊരു ഭാഗ്യം! കാരണം ബാബയെ കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ ബുദ്ധിക്ക് ഇത്ര ശുദ്ധത വന്നത്. അപ്പൊ നമ്മളൊരു ബാലകനാണ്. നമുക്ക് ഈ കഴിവുകളും അംഗീകാരങ്ങളും എല്ലാം ബാബയുടെ കുട്ടിയായതിന്റെ പേരിൽ വന്നു ചേർന്നിട്ടുള്ളതാണ്. ബാബ എപ്പോഴും പറയും ബ്രാഹ്മണരായ നിങ്ങൾക്ക് അന്തിമ ജന്മത്തിലും എന്താ കുറവുള്ളേ? പൈസക്ക് പൈസ. ആരുമില്ല ബാബയുടെ മക്കൾ ആരും പഞ്ചമ്പാടി നടക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവർക്കും ധനമുണ്ട് ആവശ്യത്തിന്. ശരീരത്തിന്
തരക്കേടില്ലാത്ത ശരീരം തന്നെ എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാർമിക് അക്കൗണ്ട് കാരണം നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ വരാം. പക്ഷെ കലിയുഗത്തിലേതുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് യാതൊരു കുഴപ്പമില്ല. ബന്ധങ്ങള് യാതൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ കുഴപ്പമൊപ്പിക്കുന്നെങ്കിലേ ഉള്ളൂ. ചിലർ ജ്ഞാനത്തിൽ വന്നതിന് ശേഷം പ്രശ്നം, ജ്ഞാനത്തിൽ വന്നതിന് ശേഷം പ്രശ്നം എന്ന് ആരും പറയരുത്. ജ്ഞാനത്തിനും പ്രശ്നമില്ല, ബാബയ്ക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പ്രശ്നം എന്റെ ഉള്ളിലാ. കാരണം ഞാൻ ധാരണ ചെയ്തതിൽ എന്തോ കുഴപ്പം വന്നിട്ടുണ്ട്. മരുന്ന് കൃത്യമായിട്ട് കഴിച്ചു, ശരിയാണ്. പഥ്യം പാലിച്ചില്ലെങ്കിലോ കൺസ്ട്രക്ഷന് പകരം ഡിസ്ട്രക്ഷൻ ആയിരിക്കും. അർത്ഥം ഫലത്തിന് പകരം വിപരീതമായിരിക്കും റിസൾട്ട് കിട്ടുക. അതുപോലെ ബാലകനാണ് ഞാൻ, ബാബയുടെ കുട്ടിയാണ് എങ്കിൽ എന്നില് ഞാൻ യോഗ്യയാണ്, ഞാൻ സ്നേഹത്തിനും എല്ലാത്തിനും യോഗ്യനാണ്. എനിക്ക് ആരോടും ചോദിക്കണ്ട, എനിക്ക് ആരോടും പറയേണ്ടി വരില്ല. എന്നെന്താ അവര് മൈൻഡ് ചെയ്യാത്തെ? എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല എങ്കിലോ കുഴപ്പം അവരുടെയല്ല, എന്റെയാണ്. കാരണം ഞാൻ റോങ് വേ, ചില സമയത്ത് തെറ്റായ മാർഗം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വേണ്ടാത്തടത്ത് പോയി അധികാരിയാവാറുണ്ട്. ഈ സ്നേഹവും ഈ അംഗീകാരവും ഈ ആദരവും പിന്നെന്താ പറയാ നിലയും വിലയും ഒന്നും ചോദിച്ചു മേടിക്കാനുള്ളതല്ല. ഇതെല്ലാം നമുക്ക് സ്വതവേ കിട്ടുന്നതാണ്. അതിനെന്ത് ചെയ്യണം? നിഷ്കളങ്കനാകുക, ബാലകനാകുക. നമ്മുടെ കുട്ടിക്കാലം തന്നെ ഓർത്തു നോക്കുക. നമ്മൾ ജ്ഞാനത്തിൽ വന്ന കുട്ടിക്കാലം ഓർത്തു നോക്കുക, അല്ല മറ്റേ കുട്ടിക്കാലം ഓർത്തോളൂ. ഏത് കുട്ടിക്കാലം? നമ്മൾ എത്ര നിഷ്കളങ്കമായിരുന്നു, എത്ര പ്യോർ ആയിരുന്നു. നമുക്ക് എത്ര ഭാവനയാണ് ബാബ എന്ന് പറഞ്ഞാൽ. യജ്ഞം, സഹോദരിമാര്, സഹോദരന്മാര്, എത്ര ഭാവനയാ. പതുക്കെ 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 നമ്മുടെ കണ്ണപ്പുറത്തേക്ക് പോയി. നമ്മൾ ഇവിടെ വന്ന ലക്ഷ്യം മറന്നു. അവരെ നോക്കാൻ തുടങ്ങി, ഇവരെ നോക്കാൻ തുടങ്ങി, കമ്പയർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ബാബയുടെ കുട്ടി, ബാബാ ബാബ. നമ്മൾ ഓർത്ത് നോക്കാം, നമ്മൾ ജ്ഞാനത്തിൽ വന്നപ്പം എത്ര മണിക്കാ രാവിലെ ഉണർന്നിരുന്ന? 2 മണിക്ക്. ഞാനും ഒക്കെ ഓർക്കും, ജ്ഞാനത്തിൽ വന്ന സമയത്ത് 2 മണിക്ക് ഉണ്ടല്ലോ, തന്നെ കണ്ണു ഓർക്കും. രാവിലെ എഴുന്നേറ്റിരുന്ന യോഗമാണ്. മുരളിയൊക്കെ ഒരു പോയിന്റ് പോലും വിടില്ല, എഴുതിയെടുക്കും, എല്ലാം എഴുതിയെടുക്കും, വന്നിരിക്കും, വായിക്കും. ഇപ്പൊ എങ്ങനെയാ? അവര് വായിച്ചാ കേക്കില്ല, ഇവര് വായിക്കുകയാണെങ്കിൽ എനിക്ക് കേക്കണ്ട. അവര് വായിക്കുന്നത് ശരിയാണോ നോക്കി ചിലരിയ്ക്കും. മുരളി ബാലകനായി ഇരുന്ന് കേൾക്കുക, ബാലകനായിട്ട് തന്നെ കേൾക്കണം. നമ്മുടെ മുതിർന്നവർ, നമ്മുടെ നിമിത്തമായവര്, നമ്മുടെ സഹോദരി സഹോദരന്മാര് ജ്ഞാനത്തിലായിക്കോട്ടെ ഏതിലെല്ലാവർക്കും നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. നമുക്കൊരു നിർദ്ദേശം തരുമ്പോഴ്, നമ്മളോടൊരു അഭിപ്രായം പറയുമ്പോഴ് ബാലകനായിട്ട് നിന്ന് കേൾക്കുക. ചിലപ്പോ നമ്മള് ശരീരത്തിന്റെ പ്രായം കൊണ്ട് വലിയവരായിരിക്കാം, ഈ ലോകത്തില് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉയർന്ന കുലത്തിലേതായിരിക്കാം, നമുക്ക് ധനം കൊണ്ട് നമ്മൾ ഉയർന്നതായിരിക്കാം, നമുക്ക് ഈ ലോകത്തിൽ ഇഷ്ടം പോലെ അംഗീകാരങ്ങൾ ഉണ്ടാവുമായിരിക്കാം, പഠിത്തത്തിൽ നമ്മൾ ഉയർന്നതായിരിക്കാം. പറഞ്ഞു തരുന്ന സഹോദരൻ, ചിലപ്പോ സഹോദരി വിദ്യാഭ്യാസം കുറവായിരിക്കാം, കഴിവ് കുറവായിരിക്കാം. പക്ഷെ ബാബ ഏൽപ്പിച്ചുവെങ്കില് ഞാൻ ബാലകനാണ് ബാബയുടെ. നിഷ്കളങ്കനാകുക. ഒരു യജ്ഞ സേവനം എന്നോട് പറയുകയാണ്, മാക്സിമം ഞാൻ എന്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും ബാലകനായി നിന്നുകൊണ്ട് ചെയ്യുക. പക്ഷേ അനുഭവിക്കേണ്ടത് അനുഭവിക്കുമ്പോൾ മാലിക്കാകണം. എന്നോട് ആരെങ്കിലും പറയും വേണ്ട കേട്ടോ, അവരങ്ങനെ പറഞ്ഞു, അത്രയൊന്നും അങ്ങോട്ട് ചെയ്യണ്ട. നമ്മൾ യജ്ഞ സേവനം 4 പേരുടെ അഭിപ്രായം ചോദിക്കുക, അത് ചെയ്യണോ? അവരെന്നെ വിളിച്ചിട്ടുണ്ട്, പോകണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തീരുമാനം എടുക്കുന്നത് യജ്ഞ സേവനമായിക്കോട്ടെ, അത് മാലിക്കായി നിന്നുകൊണ്ട് തീരുമാനം എടുക്കും. അതിലെനിക്ക് ആരുടെയും ബാലകനൊന്നും ആവണ്ട. ഞാൻ ബാബയുടെ ബാലകനാണ്, വേറെ ആരുടെയും ബാലകനൊന്നുമല്ല. അവരോട് ഇവരോടും ചോദിക്കാൻ എനിക്ക് ജ്ഞാനം വേണം, അല്ലാതെ ചുമ്മാ ഞാൻ ബാലകനാണ്, ഞാൻ മാലിക്കാണ്, അഹങ്കാരത്തിൽ വന്നിട്ടും കാര്യമില്ല. ബാലകനുമാണ്, അധികാരിയാണ്. അധികാരി, മാലിക് എന്ന് പറയുമ്പോൾ അത്
അനുഭൂതിയുടെ ആധാരത്തിൽ പറയണം. ഞാൻ ബാബയുടെ കുട്ടിയാണ്, ഒരു പരിതസ്ഥിതി, ഞാൻ ബാബയുടെ കുട്ടിയാണ്, ഞാൻ ബാബയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ബാബയുടെ സേവനം, യജ്ഞസേവനം സന്തോഷത്തോടെ ബാലകനായി ചെയ്തുവെങ്കിൽ എനിക്ക് അധികാരമുണ്ട്, ബാബയിൽ നിന്നും റിട്ടേൺ എനിക്ക് കിട്ടിയിരിക്കും. അർത്ഥം ബാബ എന്നെ നോക്കിയിരിക്കും. ഞാൻ യജ്ഞത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്, കാരണം ഞാൻ ബാബയുടെ കുട്ടിയാണ്. ബാബയാണ് എനിക്ക് ഈ അന്തിമ ജന്മത്തിൽ ഇത്രയും തന്നത്. എന്റെ ധനം ഒരു പങ്ക് എനിക്ക് ബാബയുടെ സേവനത്തിന് ഉപയോഗിക്കാൻ എനിക്ക് അധികാരമുണ്ട്. അതിൽ എനിക്ക് ആർക്കും വിഘ്നം പറ്റില്ല. എന്റെ ശരീരം ബാബയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് അധികാരപ്പെട്ടാണ്. അത് ഞാൻ അധികാരിയായിട്ട് ചിന്തിക്കണം. അല്ലാതെ ഇത് 4 പേരോട് ചോദിച്ചിട്ട് നടക്കുന്ന ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി എന്റെ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ട്, എനിക്കറിയാം അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. എനിക്ക് പറ്റാത്തൊരു സേവനം ബാബ എന്നോട് പറയില്ല. ബാബ അത്ര വിവരമില്ലാത്ത ആളൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ നമ്മളോട് വിളിച്ചു പറയാനോ, ബാബ അല്ലെങ്കിൽ നിമിത്തമായവര് പറയുന്നു എന്ന് വെച്ചാൽ അർത്ഥം അത് ബാബ എന്നെ ഓർമ്മിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. അതെന്റെ ഭാഗ്യം ഉണ്ടാക്കി തരാനാണ്, അല്ലാതെ നമ്മളെ കഷ്ടപ്പെടുത്താനല്ല. സേവനം ഒരു ഭാഗ്യമാണ്. ഈ ശരീരം കൊണ്ട് എത്രയോ നമ്മൾ ലൗകിക കാര്യങ്ങൾ നോക്കി, ലൗകികത്തിന് വേണ്ടി ചെലവാക്കി, നമ്മള് എല്ലാം ഉപയോഗിച്ചു ഇതിനു വേണ്ടി. എന്താ ഉള്ള ഇനി ഇതിന് നമ്മള് ഗംഭീര ആലോചനയാണ്. ബാബയുടെ സേവനം വേണോ വേണ്ടയോ? ചിലർ ടോസ് ഇട്ട് നോക്കും, പോണോ പോണ്ടയോ. ചിലര് കാശ് എത്ര കൊടുക്കണം ആലോചിക്കട്ടെ, 50 വേണോ 100 വേണോ 150 രൂപ വേണോ, ആകെ തല പുകഞ്ഞ് ആലോചിക്കും. നിങ്ങൾ തലയൊന്നും ഇട്ട് പോയക്കേണ്ട. ഇനി അറിയില്ല എങ്കില് ബാബയുടെ മുന്നില് ബാലകനായിട്ട് പോയിട്ടിരിക്കുക. ബാബ എനിക്കറിയില്ല കേട്ടോ, നീ എന്താ ചെയ്യിപ്പിച്ചോളാം. എനിക്ക് ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട് ബാബ ഞാനത് നിന്നെ ഏൽപ്പിക്കുകയാണ്. ബാലകനായിട്ട് ബാബയോട് പറയാം. പക്ഷെ ബാലകനായിട്ട് പറയുന്നതിന്റെ കൂടെ അധികാരം വേണം, അതോറിറ്റി വേണം. ബാബ എന്നെ നാളെ രാവിലെ 3:30 എഴുന്നേപ്പിച്ചിരിക്കണം. ബാബ എന്നെ എഴുന്നേപ്പിക്കോ, എന്നെ ഒന്ന് വിളിക്കണേ. അധികാരം. അതോടൊപ്പം ഞാൻ ബാലകനാണ്, എനിക്ക് അതോറിറ്റി ഉണ്ട്. ഒരു കുട്ടി അച്ഛനോട് പറയാം, അച്ഛൻ എനിക്ക് നാളെ ജോലിക്ക് പോകണം, ഇത്ര മണിക്ക് ഇന്റർവ്യൂ അവിടെ ജോലിയുടെ ഇന്റർവ്യൂവിന് അവിടെ എത്തണം, അച്ഛന്റെ ഉത്തരവാദിത്വമാണ്, എനിക്ക് പോണം, ഇത്രയും പറഞ്ഞാൽ മതി. അച്ഛൻ വണ്ടി അറേഞ്ച് ചെയ്യും, ആളെ നോക്കും, എവിടെയാ പോണ്ട, എന്താ ചെയ്യണ്ടേ, വിളിക്കും, ഉണർത്തും. ആ കുട്ടി പറയാം, അച്ഛൻ എന്നെ വിളിക്കോ, എനിക്ക് സംശയമുണ്ട്. അപ്പൊ ബാലകൻ അധികാരി എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ യോഗം വളരെ സഹജമായി തീരും. നല്ല ക്ലാരിറ്റി വേണം നമുക്ക്. ഇപ്പൊ ബാലകനുമാണ് ഞാൻ, അധികാരിയാണ്. മുരളി കേൾക്കുമ്പോ ബാലകൻ, മുരളിയിലെ ജ്ഞാനത്തിന്റെ പോയിന്റ്സ് മനനം ചെയ്യുമ്പോ അധികാരത്തോടു കൂടി മനനം ചെയ്യാം. അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോ ബാലകൻ, പക്ഷെ തീരുമാനം എടുക്കുമ്പോ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോ അധികാരത്തോടു കൂടി അഭിപ്രായം പറയുക, പക്ഷെ തീരുമാനം എടുക്കുമ്പോ ബാലകൻ സ്റ്റോപ്പ്. പിന്നെ എനിക്ക് അതിലൊരു പങ്കുമില്ല. ബാബയുടെ ഏത് സേവനവും ശരീരം മനസ്സും ധനം കൊണ്ട് എനിക്ക് അതോറിറ്റി ഉണ്ട്, അധികാരി. ബാലകനാണ് നമ്മള്. ശുദ്ധ ലഹരി വേണം, നിഷ്കളങ്കത്വം വേണം, നിമിത്ത ഭാവത്തോടു കൂടി ചെയ്യാം. പക്ഷെ ജ്ഞാനം ചിന്തിക്കുന്നത് അതോറിറ്റിയോടുകൂടി, ബാബയെ ഓർമ്മിക്കേണ്ടത് അധികാരത്തോടു കൂടി ആയിരിക്കണം. ബാബയോട് കാര്യങ്ങൾ പറയുന്നത് അധികാരത്തോടു കൂടി ആയിരിക്കണം. പക്ഷെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാലകനാകണം. പിന്നെ ഞാൻ ബാബ നിന്റെ ബാല, ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ചിന്തയില്ല. ഒരു കുട്ടിക്ക് അച്ഛനെ ഏൽപ്പിച്ചാൽ പിന്നെ ചിന്തയില്ല, കഴിഞ്ഞു. ബാലക്. നമ്മള് ശരിക്കും യോഗയുക്തമായി തീരും. നമ്മുടെ ബ്രാഹ്മണ ജീവിതം വളരെ സഹജമായി തീരും, വളരെ സന്തോഷം നിറഞ്ഞതായി തീരും. നമുക്ക് പിന്നെ എന്താ പറയാ, വ്യർത്ഥമായിട്ട് ചിന്തകളെ വരേണ്ട ആവശ്യം വരില്ല. വന്നാലും അപ്പൊ തന്നെ പൊക്കോളും. കാരണം ജ്ഞാനമായിട്ട് കളിക്കാൻ പഠിക്കും നമ്മള്. ജ്ഞാനമായിട്ട് കളിച്ചോളൂ. ജ്ഞാനം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടല്ലോ, എത്ര പോയിന്റ്സ് ആ നമുക്ക്. അതൊക്കെ ഇട്ട് കളിക്കുക, ബാലകനായിട്ട് ഇരുന്ന് കളിക്കുക, ഉപയോഗിക്കുമ്പോ അധികാരിയാകുക. അപ്പൊ നമുക്കൊരു 5 മിനിറ്റ് ശ്രേഷ്ഠമായിട്ടുള്ള ബാലകൻ എന്നാൽ അധികാരി എന്നുള്ള അനുഭവം ചെയ്യാം.
ബാബയുടെ പ്രിയപ്പെട്ട കുട്ടിയാണ് ഞാൻ. മധുരമായ സിക്കിലതേ കുട്ടി. ഭഗവാന്റെ നയനങ്ങളിലെ കൺമണിയാണ് ഞാൻ. പ്രഭുവിന്റെ ദൃഷ്ടി പതിഞ്ഞ ശ്രേഷ്ഠമണിയാണ് ഞാൻ. ബാബയ്ക്ക് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. ബ്രഹ്മബാബയിലൂടെ എന്നെ തെരഞ്ഞെടുത്തു. എന്നെ പാലിക്കുന്നു. ബ്രഹ്മാവാകുന്ന അമ്മയിലൂടെ എനിക്ക് വാത്സല്യം തരുന്നു. എന്നെ യോഗ്യനാക്കുന്നു. ഞാൻ ബാപ് ദാദയെ മുന്നിൽ കാണുകയാണ്. ബാപ് ദാദയുടെ നയനങ്ങളിലേക്ക് ഞാൻ നോക്കുകയാണ്. ഇതന്നെ അമ്മയും അച്ഛനും സഖാവും ബന്ധുവും. അനുഭവം ചെയ്യുന്നു ഞാൻ. ബാപ് ദാദയുടെ ദൃഷ്ടി ഞാൻ സെക്കൻഡ് കൊണ്ട് ആ ദൃഷ്ടിയുടെ സ്നേഹത്തിൽ അനുഭൂതിയിൽ ലയിച്ചു ചേരും. ബാബ എന്ന ഒരേയൊരു ലോകത്തിൽ ബന്ധത്തിൽ അനുഭൂതിയിൽ ലയിച്ചിരിക്കും. ബാബ, ഞാൻ നിന്റേതാണ്. ബാബ എന്റേതാണ്. ഞാൻ എന്റേത് സങ്കല്പസഹിതം പൂർണ്ണമായും സമർപ്പിക്കുകയാണ്. ബാബ, ഞാൻ എങ്ങനെയാണോ ഏതുപോലെയാണോ ഞാൻ നിന്റേതാണ്. എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം നിർദ്ദേശങ്ങൾ തരുന്നതോടൊപ്പം ബാബ ശക്തിയും നിറച്ചു തരുന്നുണ്ട്. ബാബ അതോടൊപ്പം ബാബയുടെ സ്നേഹത്തിന്റെ ആധാരത്തിൽ ചെയ്യേണ്ടതും പറയേണ്ടതും ചിന്തിക്കേണ്ടതും അനുഭവിക്കേണ്ടതും യഥാർത്ഥ രീതിയിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അനുഭവിപ്പിക്കുന്നതും ടച്ചിങ് തരുന്നതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ബാബയെ ഏൽപ്പിക്കുകയാണ്. സമ്പൂർണമായും സമർപ്പിച്ച് ഞാൻ ഭാരരഹിതമായിരിക്കും. ഹൃദയം കൊണ്ട് ബാബയോട് നന്ദി പറയുന്നു. താങ്ക്സ് ബാബ. ഓം ശാന്തി.
दिल से कही। मेरे दिल ने यही बात दिल से कही, मेरे दिल ने यही बात दिल से कही। एक बाबा मेरा दूसरा ना कोई, दूसरा ना कोई। मेरे दिल ने यही बात दिल से कही। तुम संग बैठूं, तुम संग खिलूं खाऊं, तुम संग रास रचाऊं मैं। तू ही तो संसार हमारा, तुझ में